ഈ കുന്നിറങ്ങി ഞാൻ നേരെ താഴോട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഒരു ബോഡിയാണ് കാണുന്നത്. മരത്തിന് മുകളിൽ ഒരു സ്ത്രീ ശരീരം വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതാ ഈ മരത്തിന് മുകളിൽ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ഈ മരത്തിന് മുകളിൽ സ്ത്രീ ശരീരം കമിന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതെടുത്ത് അവിടെ കിടത്തി മുണ്ട് എടുത്ത് അതിന് മുകളിൽ പുതച്ച് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അപ്പുറത്തും 2-3 ഹിന്ദിക്കാരെ കണ്ടു. അവരെയും ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് കിട്ടി. അതും എല്ലാം ഞങ്ങൾ ഈ കുറുക്കിൽ കൊണ്ടുവന്ന് റോഡിന്റെ കുറുക്കിൽ കൊണ്ടുവന്നിട്ട് കിടത്തുകയാണ് ചെയ്തത്. ഈ പ്രജീഷിന്റെ വിളിയാണ് അതിന്റെ ഒരു പ്രധാന കാരണം. ഞാൻ നിൽക്കുന്നത് ചൂരൽമല 13ാം പാലത്തിലാണ്. ഇവിടെ വെച്ചാണ് ഈ മഹാദുരന്തത്തിൽ ആദ്യത്തെ മൃതദേഹം കണ്ടുകിട്ടുന്നത്. ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെ അങ്ങ് പുഞ്ചിരിമട്ടത്തിന് മുകളിൽ അവിടെയാണ് ഈ മഹാദുരന്തത്തിൻ്റെ വൻ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. അവിടെ നിന്ന് പുഞ്ചിരിമട്ടം എന്ന പ്രദേശം ആകെ തൂത്തെറിഞ്ഞുകൊണ്ട് താഴേക്ക് ഈ പ്രളയജലം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ജലം വരുന്നു. അതിനു താഴെ മുണ്ടക്കയെ ആകെ തൂത്തെറിഞ്ഞുകൊണ്ട് താഴേക്ക് വെള്ളവും കല്ലും വലിയ മരക്കഷ്ണങ്ങളും മരങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ട എല്ലാം താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. ചൂരൽമലയെയും ഈ ഉരുൾപൊട്ടൽ വിഴുങ്ങുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം ഇത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞിരുന്നൊരു മേഖലയായിരുന്നു. ഇവിടെ നിന്നാണ് ആദ്യത്തെ മൃതദേഹം കിട്ടുന്നത്. അത് ബാലേട്ടനാണ്, എൻ്റെ കൂടെയുള്ള ബാലേട്ടനാണ് മൃതദേഹം ഇവിടെ നിന്ന് എടുക്കുന്നത്. ബാലേട്ടൻ്റെ വീട് ഈ മലയ്ക്കപ്പുറം അട്ടമല എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ നിന്ന് ഈ മല ഇറങ്ങി വന്നാണ് ബാലേട്ടൻ ഇവിടെ എത്തുമ്പോൾ ഈ മൃതദേഹം കാണുന്നത്. അതും 1ാമത്തെ ഉരുൾപൊട്ടലിന് പിന്നാലെ അല്ലേ? അന്ന് ആ സമയത്തെ എങ്ങനെ ഓർക്കുന്നു? എന്താണ് ഉണ്ടായത്? പ്രജീഷിന്റെ വിളി കേട്ടിട്ടാണ് പ്രജീഷ് പറഞ്ഞു, ചൂരൽമലയിൽ എല്ലാവരും ഉരുൾപൊട്ടലിൽ കുറേ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കിട്ടിയ ആളുകളെയും കൊണ്ട് ബാലേട്ട ഒന്ന് ഓടി വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ എത്തണം? ചൂരൽമല ടൗണിലെത്ത്, വേഗം വാ എന്ന് പറഞ്ഞു. ആ വരവ് ഞങ്ങൾ എല്ലാവരും, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരെയും കൂട്ടി ഈ കുന്നിറങ്ങി ഞാൻ നേരെ താഴോട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഒരു ബോഡിയാണ് കാണുന്നത്. മരത്തിന് മുകളിൽ ഒരു സ്ത്രീ ശരീരം വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതാ ഈ മരത്തിന് മുകളിൽ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ഈ മരത്തിന് മുകളിൽ സ്ത്രീ ശരീരം കമിന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളതെടുത്ത് അവിടെ കിടത്തി മുണ്ട് എടുത്ത് അതിന് മുകളിൽ പുതച്ച് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അപ്പുറത്തും 2-3 ഹിന്ദിക്കാരെ കണ്ടു. അവരെയും ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് കിട്ടി. അതും എല്ലാം ഞങ്ങൾ ഈ കുറുക്കിൽ കൊണ്ടുവന്ന് റോഡിന്റെ കുറുക്കിൽ കൊണ്ടുവന്നിട്ട് കിടത്തുകയാണ് ചെയ്തത്. ഈ പ്രജീഷിന്റെ വിളിയാണ് അതിന്റെ ഒരു പ്രധാന കാരണം. ഇവിടെ ആ സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് വെള്ളം ഇറങ്ങിയിരുന്നു അല്ലെ? അതായത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, ഇവിടെ വെള്ളം വന്നടിയുന്നു, ശേഷം ആ വെള്ളം താഴേക്ക് തന്നെ ഇറങ്ങി പോകുന്നു. ഊർന്നു പോയി. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അത്ര വെള്ളമൊന്നുമില്ല, ഒരു മരത്തിന്റെ കഷ്ണം മാത്രമേ ഈ പാലത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാമായിരുന്നു, അത്രയും ഇതുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ മൃതദേഹമൊക്കെ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം 2ാമത്തെ പൊട്ടലിൻ്റെ വലിയ ശബ്ദം എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം, അത് കേട്ടപ്പോൾ കൂടെയുള്ളവരെ രക്ഷിക്കണമല്ലോ. ആ കൂട്ടത്തിൽ ഞാൻ അവരെയും കൊണ്ട് നേരെ ഈ കുന്ന് ഓടി കയറുകയാണ് ചെയ്തത്. ഏറ്റവും മുകളിൽ കയറിയത്. പിന്നെ വെളുപ്പാൻ കാലത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പോഴേക്കും പ്രജീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാർത്ഥമായൊരു സുഹൃത്തുണ്ടായിരുന്നു. ആത്മാർത്ഥ എന്ന് പറഞ്ഞാൽ എന്തൊരാപത്തിലും അയാളെ വിളിച്ചാൽ അന്ന് നേരെ ഓടി വരുന്ന ഒരാളാണ്. അയാൾ എവിടെ ആപത്തുണ്ടോ അവിടെ ഓടി ചെല്ലുന്ന ഒരാളാണ്. അയാൾ ഈ 2ാമത്തെ പൊട്ടലിൽ ആ ഒരു ലാസ്റ്റത്തെ വിളിയോടുകൂടി അയാൾ ഞങ്ങളെ വിട്ടുപോയി. അത് നമുക്ക് മറക്കാൻ പറ്റാത്ത, ഒരിക്കലും ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണത്. പ്രജീഷ് എന്ന പേര് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പേരായിരിക്കും. 100-ലേറെ പേരെ രക്ഷിച്ച് അതിനുശേഷമാണ് പ്രജീഷ് വിടവാങ്ങുന്നത്. ബാലേട്ടനെ ആദ്യം അറിയിക്കുന്നതും പ്രജീഷാണ്. അതിനുശേഷം പ്രജീഷും രക്ഷാപ്രവർത്തനത്തിൽ ഊർജിതമായി പങ്കെടുക്കുകയാണ് അല്ലേ? 100-ലേറെ ജീവനുകൾ പ്രജീഷ് രക്ഷിക്കുകയാണല്ലേ? പ്രജീഷിന്റെ ആ ഒരു പ്രവർത്തനങ്ങളും ആ സമയത്ത് ഇടപെടലുകളൊക്കെ എങ്ങനെയായിരുന്നു? പ്രജീഷിനെ വിളിക്കുന്നത് നസീർ എന്ന് പറഞ്ഞ ഒരാളാണ്. സ്കൂൾ റോഡിലെ മുഴുവൻ ആളുകളും വെള്ളത്തിലാണ്. എത്രയും പെട്ടെന്ന് അവരെ മേലേക്ക് കയറ്റണം, സ്കൂൾ റോഡിൻ്റെ മേലോട്ട് കയറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള വിളിയാണ് വരുന്നത്. അപ്പം നസീറിൻ്റെ വിളിയാണ് ലാസ്റ്റ് വരുന്നത്. അപ്പം നസീറിനെ രക്ഷിക്കാൻ വേണ്ടി സ്കൂൾ റോഡിലേക്ക് ഓടുമ്പോൾ സ്കൂൾ റോഡിൽ മുഴുവൻ ഫസ്റ്റത്തെ പൊട്ടലിൽ കുറേ കല്ലും, റോഡ് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു ജീപ്പുണ്ട്, ആ ജീപ്പ് കൊണ്ട് പോകാൻ നിന്നതായിരുന്നു. ജീപ്പ് കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പള്ളി കുന്ന് കയറി നേരെ നസീറിൻ്റെ വീടിൻ്റെ ഏകദേശം പകുതിയിൽ ഇറങ്ങിയിട്ട് ആ റോഡിലൂടെ കടന്നു പോകുമ്പോഴാണ് 2ാമത്തെ പൊട്ടൽ ഒറ്റ സ്റ്റാർട്ടിൽ ഒരേ വരവ് വന്ന് പ്രജീഷിനെ കൊണ്ടുപോയത്. ഈ ഒരു പ്രദേശത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? നമുക്കിപ്പോൾ നിൽക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത്ര വലിയ മരങ്ങളൊക്കെ? അങ്ങ് ദൃശ്യം ഒന്ന് പാൻ ചെയ്താൽ കാണാൻ സാധിക്കും. പടുകൂറ്റൻ മരം, വേരോടെ പിഴുതെറിയപ്പെട്ട
വൻ മരം ഇവിടെ വന്നടിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ നദിയിലൂടെ ഇത്ര വലിയൊരു മരം ഈ പ്രദേശത്ത് വന്ന് അടിയുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഇവരൊക്കെ പറയുന്നതനുസരിച്ച് ഇതൊരു കളിസ്ഥലമായിരുന്നു, വോളിബോൾ ഗ്രൗണ്ട് ആയിരുന്നു അല്ലേ, വോളിബോൾ ഗ്രൗണ്ട് ആയിരുന്നു ഇതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. തൊട്ടപ്പുറത്ത് ഹോം സ്റ്റേകളെ വിഴുങ്ങേണ്ടതില്ല എന്ന് ഈ ഉരുൾപൊട്ടൽ തീരുമാനിച്ചോ എന്നറിയില്ല. അതിൻ്റെ മതിലിനോട് ചേർന്നാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഈ ആഘാതങ്ങൾ വന്ന് നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് ഓരോന്നോരോന്നായി നമുക്ക് ഹോം സ്റ്റേകളും കാണാൻ സാധിക്കും. പടുകൂറ്റൻ മരം അതിൻ്റെ വേരോട് കൂടി അങ്ങ് പുഞ്ചിരി മട്ടത്തിന് മുകളിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ഉരുൾപൊട്ടൽ ജലത്തിലൂടെ ഇവിടെ വന്ന് അടിയണമെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബാലേട്ട, അതിനുശേഷം ഈ രണ്ടാമത്തെ പൊട്ടലോട് കൂടി നിങ്ങൾ മുകളിലേക്ക് കയറുകയാണല്ലോ, അതിനുശേഷം നിങ്ങൾ കണ്ടൊരു കാഴ്ച ഈ പ്രദേശത്തൊക്കെ എന്തായിരുന്നു? ഇവിടെ മുഴുവൻ തായായിരുന്നു. പിന്നെ അത് കാണുന്നത് വലിയ വെള്ളം മുകളിലേക്ക് കയറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യം വന്നതിനേക്കാളും 2 ഇരട്ടിയിൽ വെള്ളവും ഇതും മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്തൊരു സ്റ്റേജായി. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ആയിപ്പോയി. നിങ്ങളുടെ ഈ പ്രദേശത്തെ കൃത്യമായി അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ട് പല കണക്കുകൾ പറയുന്നുണ്ട്. എത്ര വീടുകൾ അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഇതിൽ നമുക്ക് നഷ്ടമായിട്ടുണ്ടാകും? ഇനി ഇപ്പം കിട്ടിയതിനേക്കാളും ഒരു 10-200 പേരെങ്കിലും ഇനിയും കിട്ടാനുണ്ടാവും. അത്രയും ഉണ്ടാവും എന്ന് തന്നെയാണ് ഇത്. കാരണം സ്കൂൾ റോട്ടിൽ കുടുംബക്കാർ വന്നവരുണ്ടാവും, ബന്ധുക്കൾ ആരെങ്കിലും കൂട്ടി വന്നവരുണ്ടാവും. അങ്ങനെയുള്ള ഒരു കണക്കൊന്നും കൃത്യമായി നമുക്ക് അങ്ങനെ അറിയില്ല. കാരണം അറിയപ്പെടുന്ന ആൾക്കാർ ആരുമില്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ 5 പേര് പോയിട്ടുണ്ട്. എൻ്റെ വല്യമ്മ, എൻ്റെ ഒരു അനുജൻ, ഒരു മോന്, അങ്ങനെ പിന്നെ ചേട്ടനും ചേട്ടത്തിയമ്മയും, അങ്ങനെ 5 പേര് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്കൂൾ റോട്ടിൽ പോയിട്ടുണ്ട്. അത് എൻ്റെത് മാത്രമാണ്. ബാക്കിയുള്ളവരത് എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും, ഓരോ കുടുംബത്തിലെ ഓരോ കഥ അറിയുമ്പോൾ. സ്കൂൾ റോട്ടിലേക്കൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലോ അതിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മരക്കഷ്ണങ്ങളൊന്നും വന്നടിയുമെന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലേ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം അവിടെ നിന്ന് അങ്ങനെ ആ സ്കൂൾ റോട്ടിലേക്ക് അങ്ങനെ ഒരു സംവിധാനം വരും, അങ്ങനെ ഒരു പൊട്ടി വരുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത്രയും വലിയൊരു ദുരന്തമാണ് ഇത് ഉണ്ടായത്. കാരണം വലിയൊരു പൊട്ടൽ തന്നെയായിരുന്നു. തീർച്ചയായും ആ അർത്ഥത്തിൽ ഇവരൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെയാണ് ഈ വലിയ ഉരുൾപൊട്ടൽ വലിയ പ്രഹരശേഷിയിൽ ഇരച്ചെത്തിയത്. അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ചാലിയാറിൽ നിന്ന് അങ്ങ് പോയി നിലമ്പൂരിൽ നിന്നൊക്കെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന നിലയിൽ അതിൻ്റെ പ്രഹരമുണ്ടെങ്കിൽ അത് നമുക്ക് ഊഹിക്കാം എത്രത്തോളം ആളുകളെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന്. 10-200-ലേറെ വീടുകൾ പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട്, പൂർണ്ണമായി ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുകയാണ്. മാത്രമല്ല വീടുകൾക്കുള്ളിൽ വലിയ മരക്കഷ്ണങ്ങളും ഒപ്പം തന്നെ പാറക്കഷ്ണങ്ങളും ഒക്കെ വന്നടിയുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി വന്നു ഭവിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണോ? നാട്ടുകാരാണ്. ഓ നിങ്ങൾ ഇപ്പൊ എവിടെയാ ക്യാമ്പിൽ നമ്മളെ പശുക്കളും നായ്ക്കളും പൂച്ചകളൊക്കെ ഉണ്ട്, കോഴികളുണ്ട്. അവരെ ഒന്ന് സംരക്ഷിക്കാൻ ഒന്ന് നോക്കാൻ വേണ്ടി അന്ന് ഞങ്ങളെല്ലാം പ്രളയം വന്ന് വിട്ടെറിഞ്ഞ് പോയതാണ് വെള്ളം കയറിയപ്പോൾ. അപ്പോൾ ഒന്ന് വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, വില്ലേജ് റോഡിലാണ്, ആ റോഡിൻ്റെ മേലെയാണ്. അപ്പോൾ വില്ലേജിൻ്റെ മേലഭാഗമൊക്കെ വെള്ളം കയറി കിടക്കുകയായിരുന്നു. ഞങ്ങളന്ന് പൊട്ടുന്നന്ന് രാത്രി ആ വെള്ളം കയറിയ ടൈമിൽ എല്ലാവരും മേലേക്ക് കയറി മാറി താമസിച്ചാണ്. എന്നിട്ട് രാവിലെ പിന്നെ മറ്റേ CRPF ജവന്മാർ വന്നിട്ട് ഞങ്ങൾ മാറ്റി പാർപ്പിച്ചാണ്, ഇവിടുന്ന് മേപ്പാടിക്ക് മാറ്റിയതാണ്. വലിയ ദുരന്തത്തിന് ശേഷം ഇന്നാണോ ഈ ഒരു പ്രദേശത്തേക്ക് വന്ന് നോക്കുന്നത്? അതന്നെ എന്നാ വരുന്നത്. കാരണം നമുക്കിത് കാണാനുള്ള ഒരു ഇതില്ല. കാരണം നമ്മളെ കൂടപ്പുറപ്പുകളും വേണ്ടപ്പെട്ടവരും, കാരണം നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ കുടുംബത്തിലുള്ളവരൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരൊന്ന് എന്താ പറയുക, നമുക്കൊന്ന് കണ്ടിട്ട് ഇപ്പോൾ എന്താ പറയുക, നമുക്കൊന്ന് പറയാൻ വാക്കുകളില്ല. അങ്ങനെയാണ് അവസ്ഥ. ഞങ്ങൾ അത്രയും സന്തോഷത്തോടെ ജീവിച്ചത്, ജാതി മതങ്ങളില്ലാതെ. പിന്നെ അതിന് അതീതമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ജീവിച്ചു പോകുന്നത്. കാരണം ഒരു കുടുംബം പോലെയാണ് ഞങ്ങളിവിടെ കഴിഞ്ഞു പോകുന്നത്. കാരണം എല്ലാവരും പരസ്പരം അത്രയും ബന്ധത്തിലാണ്. അങ്ങനെ ജാതിയോ മതങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഈ നാടിന്. അത്രയും സന്തോഷമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ആ ഒരു കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്താ പറയുക, തകർന്നു പോകാം. മനസ്സ് കാണുമ്പോൾ അമ്പലം പള്ളിയായാലും എല്ലാം നഷ്ടപ്പെട്ട ഒരു ഇതാണ് ഞങ്ങളെ. ആ ഒരു വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഭീകരമായിട്ടാണ് വന്നത്. എന്തിനാ അങ്ങനെ നമ്മുടെ അടുത്ത് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം അത്രയും സ്നേഹമുള്ള ആൾക്കാരെല്ലാവരും. നിങ്ങളുടെ വീട് എവിടെയായിരുന്നു? എന്താ അവസ്ഥ വീടിൻ്റെ ഒക്കെ? വീടിൻ്റെ അവസ്ഥ വളരെ എല്ലാം പോയി. ഞാൻ സ്കൂൾ റോഡാണ്, ചുവരമല സ്കൂൾ റോഡിനാണ് വീട്. അന്ന് രാത്രി കഷ്ടിച്ച് തലനാരിഴയ്ക്ക് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. അടുത്ത വീട്ടിലേക്ക് വേഗം ഓടിക്കയറി അതിൻ്റെ ടെറസിന് മേലെ നിന്നിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വീട് കാണാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ വീടൊക്കെ ഫുള്ളായിട്ട് ചളി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറിയിട്ടില്ല, ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഞാൻ അവിടെ പോയാൽ ഫ്രണ്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ.
നമ്മൾ പ്രത്യേകമായി കാണണം, ഈ ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 6-ാം ദിവസമാവുകയാണ്. ഈ 6-ാം ദിവസമാണ് ഇവരൊക്കെ ഇങ്ങോട്ട് വന്നു നോക്കുന്നത്. അങ്ങനെ വന്നു നോക്കാൻ പോലും പറ്റാത്ത വിധം ഒറ്റപ്പെട്ടു പോയ മേഖലകളായിരുന്നു ഇതെല്ലാം. ഇന്ന് വന്നു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വീടുകളിൽ ചെളി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ഒരു ഭാഗത്ത് കാണുന്നു. മറ്റ് മുണ്ടക്കൈ മേഖലയിലേക്ക് ആളുകൾ കയറി ചെല്ലുമ്പോൾ അവിടെയാകട്ടെ വീടുകൾ പോലുമില്ല. തങ്ങളുടെ വീടുകൾ നിന്ന സ്ഥലം എവിടെയായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് മുണ്ടക്കൈ, അതുപോലെ പുഞ്ചിരിമട്ട മേഖലകളെല്ലാം. ആ അർത്ഥത്തിൽ അത്രമേൽ തീവ്രമായിരുന്നു ഈ ദുരന്തം. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ഈ മേഖലയിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമുക്ക് എണ്ണം കിട്ടാത്ത തരത്തിൽ മരണങ്ങൾ കൂടുന്നത്. മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് താനും. എത്രയാണ് ഇതിൻ്റെ വ്യാപ്തിയെന്ന് ഇനിയും വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്ന് ഉറപ്പാണ്. അപ്പോഴും ഇതിൽ അകപ്പെട്ടവരുടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ വീട്, അവരുടെ സ്വത്ത്, അവരുടെ ഉപജീവനം ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതുണ്ട്. അതിന് എന്താണ് ഇനി അടുത്ത മാർഗം എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും സുമനസ്സുകളും ഒക്കെ സഹായിച്ച് അവർ ഏറ്റവും സുരക്ഷിതരായി, ഏറ്റവും സേഫായി മുന്നോട്ട് പോകും, സമാധാനപരമായി തന്നെ ജീവിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ക്യാമറ പേഴ്സൺ ബിബിൻ ജെയിംസിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, വയനാട്.